ബിസിനസ്സിന് ആവശ്യത്തിനായിട്ട് ഞങ്ങൾ തൃശ്ശൂർ വന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ മുക്കാട്ടുകരയിലുള്ള അയ്യപ്പ അഗ്രി ഫാമിലേക്ക് വന്നു. കേട്ടോ, അയ്യപ്പ അഗ്രി ഫാം മുക്കാട്ടുകര. അപ്പം ഇവിടെ എന്താണെന്നല്ലേ കാര്യം, നമ്മുടെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള ചെടികളും ഔഷധ സസ്യങ്ങളും തൈകളും കിട്ടുന്നത് നമ്മുടെ മണ്ണുത്തിയിലാണ്. നഴ്സറി ഹബ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് മണ്ണുത്തി അറിയപ്പെടുന്നത്. വീടിനുള്ളിൽ ഒരുപാട് നിറങ്ങൾ, അതായത് ഒരു ലൈവ് എൻവയോൺമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. അതേപോലെ ഒരു സമൃദ്ധി, ആഡംബരം, അതുപോലെ അഭിവൃദ്ധിയും നിലനിർത്താൻ ചെടികൾക്ക് സാധിക്കുന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്കുണ്ട്. തികച്ചും യാദൃശ്ചികമായിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിൽ, അതായത് അയ്യപ്പ അഗ്രി ഫാമിലേക്ക് കയറിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മളുടെ ആ ഒരു മൈൻഡ് തന്നെ മാറി. അതായത് നമ്മുടെ അവിടുത്തെ ഓണർ കണ്ട ഈ ദൃശ്യങ്ങൾ, എൻ്റെ പുറകിൽ നിന്ന് ഫോൺ ചെയ്യുന്ന ആളാണ് അതിൻ്റെ ഓണർ. അപ്പോൾ ആള് ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. അവിടെ എത്തിയിട്ട് ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് ആ ചെടികളെക്കുറിച്ചും അവിടെയുള്ള ചെറുതു മുതൽ വലുത് വരെയുള്ള എല്ലാ സസ്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതെങ്ങനെ പരിപാലിക്കണം, ചെടികളെന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതിൽ ഞാൻ കുറേ ഇൻഡോർ പ്ലാന്റ്സ് അതിൽ കണ്ടു. അതിൽ കുറച്ചാണ് അഗ്ലോനോമ, അതുപോലെ ജേഡ് പ്ലാന്റ്, പൈലിയ, സ്നേക്ക് പ്ലാന്റ്, കലേത്തിയ, പീസ് ലില്ലി, ഫിലോഡൻഡ്രോൺ, അതുപോലെ കള്ളിച്ചെടികൾ, ഇംഗ്ലീഷ് ഐവി, അതുപോലെ ലക്കി ബാമ്പു, അങ്ങനെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്. അതിനെല്ലാം എങ്ങനെ പരിപാലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഓരോ ഇൻഡോർ പ്ലാന്റും ഒന്നൊന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ എയർ പ്യൂരിഫൈയിങ് സ്ട്രക്ചറിലായാലും വെളിച്ചം എങ്ങനെ അവർക്ക് ലഭിക്കണം എന്നുള്ള കാര്യത്തിലായാലും അവരെ കെയർ ചെയ്യുന്ന രീതിയിലായാലും അവരെ കെയർ ചെയ്യുന്ന രീതികൾ കുറച്ച് അദ്ദേഹം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. അതായത് വേനൽക്കാലത്ത് ചെടികൾക്ക് വെള്ളം അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്, അതേപോലെ മഴക്കാലത്ത് അധികം ആവശ്യമില്ല. അപ്പോൾ കാലാവസ്ഥയോട് അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ചുവപ്പ് നിറത്തിലുള്ള പോഷക ഗുണങ്ങൾ അടങ്ങിയ മണ്ണാണ് ഏറ്റവും നല്ലത്. അതുപോലെ മേൽമണ്ണ് 10 ദിവസം കൂടുമ്പോൾ ഒരു വടി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാനും മാസത്തിൽ ഒരിക്കൽ പുതിയ വളം തളിക്കാനും അദ്ദേഹം പറഞ്ഞു നമ്മളോട്. പിന്നെ നമ്മൾ ചെടികളുടെ ചെറിയ ചെറിയ ശാഖകൾ വരുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ ഷേപ്പ് ചെയ്ത് നിർത്താനും. എന്നാൽ കട്ടിയുള്ള ശാഖകൾ അധികം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെടികളുടെ വളർച്ചയ്ക്ക് ബാധിക്കുന്നു അദ്ദേഹം പറഞ്ഞു. ഒരുപാട് ഔട്ട്ഡോർ പ്ലാന്റ്സുകളുണ്ട്. കലാത്തിയ, ചൈന ഡോള്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പോട്ട് അറിയണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ മുക്കാട്ടുകര, പിന്നെ ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ 14 ഐറ്റംസ് വാങ്ങിയിട്ടും വളരെ തുച്ഛം വിലയായിട്ടുള്ളൂ. അത്രയും റേറ്റ് കുറവിനാണ് ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് നമ്മുടെ അയ്യപ്പ അഗ്രി ഫാമിൽ കിട്ടുന്നത്. അപ്പം മറക്കണ്ട, യൂസ്ഡ് കാർ വേണോ നിങ്ങൾക്ക്, അതിൻ്റെ വിശേഷങ്ങൾ അറിയണം എങ്കിൽ ഗുരുവായൂരപ്പൻ കാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.